ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഏതായാലും തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയും അതുപോലെ നമ്മുടെ അനാമികയും കൂടെ വഴക്ക് കൂടുകയാണ്. അങ്ങനെ നമ്മുടെ അനി പറയുകയാണ്, ആകെപ്പാടെ എൻ്റെ വല്യമ്മയും നിന്റെ അമ്മയും മാത്രമാണ് എൻ്റെ കൂടെ ഉള്ളത്. ഇനി അവരെയും കൂടെ ഇല്ലാതാക്കാനാണ് ഇവിടെ ഉള്ളവർ ശ്രമിക്കുന്നത്. പിന്നെ ഈ മുറിയിൽ വഴക്കുണ്ടാക്കാതെ നോക്കണമെങ്കിൽ നീ അല്ലാതിരിക്കണം. പിന്നെ നീ എന്നെ സ്നേഹിക്കണം. പിന്നെ നിന്നെ ഞാൻ സ്നേഹിച്ചത് തന്നെ. നീ എന്റെ ഭാര്യയായിട്ടിരിക്കണമെന്ന് എനിക്കില്ല. നിന്റെ മുമ്പിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല സ്നേഹിച്ച്. എന്റെ ഏടത്തിനെ വെറുക്കുന്ന നിന്നെ സ്നേഹിക്കാൻ എനിക്ക് പറ്റില്ല. എടാ, ഏടത്തിനെ അല്ലടാ, അവളുടെ അനിയത്തിനെ വെറുക്കുന്ന എന്നെ സ്നേഹിക്കാൻ നിനക്ക് പറ്റില്ലെന്ന് പറ. അങ്ങനെയെങ്കിൽ അങ്ങനെ. നിന്റെ വിശ്വാസം തിരുത്താൻ ഞാൻ നിൽക്കുന്നില്ല. ആ നിലപാടിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കാൻ. എന്റെ നിലപാടില്ല ഞാൻ എന്നും നിൽക്കുന്നത്. അത്രേ ഉള്ളൂ. ഇതിൽ കൂടുതൽ എനിക്ക് നിന്നോട് സംസാരിക്കാനൊന്നുമില്ല. നിന്റെ പാടായി ഇവിടെ നിന്ന് ഇറങ്ങി പോവാണ്. നീ പൊക്കോ, എനിക്ക് വിരോധമില്ല എന്നും പറഞ്ഞ് അങ്ങ് പോവുകയാണ്. ഇതെല്ലാം നമ്മുടെ ദേവയാനി കേട്ടോണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കനകദുർഗനെയും ഗോവിന്ദനെയാണ്. അപ്പൊ കനകദുർഗയും ഗോവിന്ദനും ദേവയാനിയും കൂടെ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ നയനയും ആദർശും കൂടെ ഇങ്ങനെ കടന്നു വരിക. അപ്പോഴത്തേക്കും ദേവയാനി മനസ്സിൽ വിചാരിക്കുക, ദൈവമേ, ഇനി ഇവളെ കൂട്ടിക്കൊണ്ട് പോകുമോ? അങ്ങനെയെങ്കിൽ തടഞ്ഞേ പറ്റൂ എന്നിങ്ങനെ പറഞ്ഞു. അപ്പം കനകദുർഗ ചോദിച്ചു, അല്ല മോളെ നയനെ, എങ്ങനെയുണ്ട് ഇപ്പം? കുഴപ്പമില്ല, ഇപ്പം പ്രശ്നമൊന്നുമില്ല. ഏതായാലും ആദർശ് നിന്നെ വിടില്ലല്ലോ. വിടുവായിരുന്നെങ്കിലും 3-4 ദിവസം ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ട് നിർത്തിയേനെ. അപ്പോഴത്തേക്കും ആദർശ് ചോദിക്കുക, നയനെ, നിനക്ക് വീട്ടിൽ പോണോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ നയനെ ഒന്നും മിണ്ടിയില്ല കേട്ടോ. അപ്പൊ ദേവയാനി പറഞ്ഞു, പോകുന്നതൊക്കെ കൊള്ളാം, പിന്നെ ഭാര്യനെ കണ്ടില്ലെന്ന് പറഞ്ഞോണ്ട് ഇവിടെ ഉറക്കമില്ലായ്മ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അങ്ങനെയൊന്നും വരില്ല. എനിക്ക് ഇവിടെ എപ്പോ വേണമെങ്കിലും അങ്ങോട്ട് പോയി കാണാമല്ലോ. പിന്നെന്താ പ്രശ്നം ഇരിക്കുന്നത്? അങ്ങനെ ഉറക്കമില്ലായ്മയൊന്നും എനിക്ക് ഉണ്ടാവില്ല. അപ്പോഴത്തേക്കും നമ്മുടെ നയന് പറയാ, ഞാൻ വരുന്നില്ല അമ്മേ, എന്തായാലും ഞാൻ വരുന്നില്ല. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ ഇവിടെ തന്നെ അങ്ങ് നിന്നോളാം. എങ്കിൽ പിന്നെ ശരി, ഞാൻ നിർബന്ധിക്കുന്നില്ല. എങ്കിൽ പിന്നെ ഞങ്ങള് പോയിട്ട് വരാട്ടോ. പിന്നെ ആഹാരമൊക്കെ മോള് സമയത്തിന് തന്നെ കഴിക്കണം കേട്ടോ. എന്തെങ്കിലും മോൾക്ക് കഴിക്കാൻ കൊതിയുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. അമ്മ അത് ഗോവിന്ദേട്ടന്റെ കയ്യിൽ ഉണ്ടാക്കി കൊടുത്തു വിടാം. അപ്പോഴത്തേക്കും നയനയല്ല, നവ്യ അവിടെ നിപ്പുണ്ട്. അപ്പൊ നവ്യോടും കൂടെ ആട്ടോ ഇത് പറയുന്നത്. അപ്പൊ ദേവയാനി പറഞ്ഞു, വേണ്ട വേണ്ട, ഇവക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കാനുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. അല്ലാതെ അവിടെ ഇനിയിപ്പോ കെട്ടിപ്പൊതിഞ്ഞൊന്നും ഇങ്ങോട്ടേക്ക് വരണ്ട എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും കനക പറയാണ്, അതെ, ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്കും ദേവയാനി ആദർശനോട് പറയാ, ഇനിയിപ്പോ ഇടയ്ക്കിടയ്ക്ക് അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുവൊന്നും വേണ്ട. നിനക്ക് മാത്രമല്ല, മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ അത് വലിയ പ്രയാസമാകും. പിന്നെ എന്തിനാ അവളെ പറഞ്ഞു വിടുന്നത്? അപ്പൊ ആദർശ് പറഞ്ഞു, അല്ല, അമ്മ ഉൾപ്പെടെ പലരും ഇവിടെ അവളെ അവഗണിക്കല്ലേ. അപ്പം അവളുടെ വീട്ടിലിടയ്ക്കിടയ്ക്ക് പോയി നിൽക്കുന്ന അവൾക്ക് ഭയങ്കര ആശ്വാസമാണെങ്കിൽ അതല്ലേ നല്ലത്. അങ്ങനെ പെൺകുട്ടികൾക്ക് സ്വന്തം വീട് ആശ്വാസമായിട്ട് തോന്നിയല്ലേ പിന്നെ അവർക്ക് തിരിച്ചു വരാൻ വേണ്ടി തോന്നില്ല. നയനെ അങ്ങനെയൊന്നും അല്ലമ്മ. എങ്ങനെ ആയാലും തൽക്കാലം അവളെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുവൊന്നും വേണ്ടതാ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. ഈ സമയത്ത് കനകദുർഗയും ഗോവിന്ദനും അങ്ങ് പോകുകയും ചെയ്തു കേട്ടോ. നന്ദും അങ്ങ് പോയി. ചടങ്ങുകളൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ നടക്കുകയും ചെയ്തു. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് മൂർത്തി മുത്തച്ഛനെ വസുന്ധരേനെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മൂർത്തി പറയുകയാണ്, അതെ, അവനും അവന്റെ അമ്മയ്ക്കും ഈ ചടങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാ ദേഹം ചൊറിയുന്നെന്ന് പറഞ്ഞ് ഞെളിവിരി കൊണ്ടിട്ട് പോയത്. അത് ശരിയാ, മനഃപൂർവ്വം അവര് ഫംഗ്ഷൻ അലങ്കോലപ്പെടുത്താൻ നോക്കിയതാ. അവക്ക് മാത്രമല്ല, ജാനകിക്കും അവളുടെ മരുമോൾക്കും ഒന്നും ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ജാനകിയുടെ മുഖഭാവവും അതുപോലെ തന്നെ അനാമികയുടെ മുഖഭാവവും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അറിയാം. അവരെ വിളിച്ചതോ ഇങ്ങനെ ഈ ഒരു ചടങ്ങ് നടത്തിയതോ ഒന്നും ഇഷ്ടമാകാതെയാണ് ഇവിടുന്ന് പോയത്. അപ്പോഴത്തേക്ക് നമ്മുടെ വസുന്ധര പറഞ്ഞു, അത് ശരിയാ, ഇദ്ദേഹം പറയുന്നത്. പിന്നെ നന്ദുവിന്റെ വീട്ടുകാരും വന്നത് ഒട്ടും അനാമികയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ മൂർത്തി മുത്തച്ഛനും പറഞ്ഞു കേട്ടോ, എങ്ങനെ ഇഷ്ടപ്പെടാനാണ്? അവള് പറഞ്ഞതല്ലായിരുന്നോ അവൾ ഇങ്ങോട്ട് വരരുത് എന്ന്, നന്ദു ഇങ്ങോട്ട് വരരുത് എന്ന്? പക്ഷെ അതൊന്നും കേൾക്കാതെയാണല്ലോ കനകയും ഗോവിന്ദനും കൂടെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്, അതും നമ്മുടെ നിർബന്ധ പ്രകാരം. അതിന്റെ പ്രതിഷേധമൊക്കെ ഈ കാണുന്നത്. എന്നാലും അവന് ഒരുമാതിരി ഡാൻസ് കളിക്കുന്നത് പോലെയാ ദേഹമൊക്കെ ചൊറിഞ്ഞോണ്ട് നടന്നത്. ഇനി ദേഹത്ത് തടുപ്പുണ്ടോ എന്ന് നോക്കണം. എങ്കിൽ പിന്നെ അവന്റെ ഉള്ളിൽ പോയ ജ്യൂസിലെന്തോ കലർത്തി ഉള്ള കാര്യം 100% ഉറക്കാം. അതെ, അമ്മായിയമ്മ മരുമകൾക്ക് കൊടുത്ത ആ ജ്യൂസ് അവൾ കുടിച്ചില്ല, അത് അബിക്ക് കൊടുക്കുകയല്ലേ ചെയ്തത്. അവളെ ബുദ്ധിയുള്ള കൊച്ചവാ. അവളുടെ ഭർത്താവിനും അമ്മായിയമ്മയ്ക്കും അവൾക്ക് ഇഷ്ടമല്ലെന്ന് നന്നായിട്ട് അറിയാം. അതേപ്പറ്റി ഇടയ്ക്കിടയ്ക്ക് നവ്യമോൾ എന്നോട് സംസാരിക്കാറുമുണ്ട്. അബിയുടെ കുഞ്ഞു വയറ്റിലുള്ളത് കൊണ്ട് മാത്രം എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഇവിടെ നിൽക്കുന്നതെന്ന് അവൾ നേരിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളതാ. അപ്പൊ അതുകൊണ്ട്
എന്തെങ്കിലും ചെയ്തതാകാനാ ചാൻസ് കൂടുതൽ, അല്ലാതെ ഒരിക്കലും അവന് ചൊറിച്ചിലൊന്നും വരില്ല. കഷ്ടമാ ആ മോളുടെ കാര്യങ്ങള്. തുടക്കത്തിലെ കുറച്ച് പ്രശ്നക്കാരിയാണെങ്കിലും ഇപ്പം സാഹചര്യങ്ങളും മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു പെണ്ണാ നവ്യമോള്. എന്നാൽ ജനിച്ച നാൾ മുതൽ ഒരു മാറ്റവും ഇല്ലാത്തത് അഭിക്കല്ലേ. അവൻ നന്നാവണമെങ്കിലേ ആദ്യം അവന്റെ അമ്മ നന്നാകണം. എങ്കിൽ മാത്രമേ അവൻ നന്നാകത്തുള്ളൂ. അതിന്റെ കൂടെയല്ലേ വേറെ ഒരുത്തിയും കൂടി ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത്, ഇവിടുത്തെ ഇളയ മരുമകള്. പിന്നെ പറയാനുണ്ടോ, അവളും അവളുടെ അമ്മയും അച്ഛനും ആണെങ്കിലേ സ്വാർത്ഥത കണ്ടുപിടിച്ചവരാ. അല്ല, ഇങ്ങനെ ഒരു താളം തെറ്റലുള്ളത് കൊണ്ട് എന്റെ അസുഖം പൂർണ്ണമായി മാറിയെന്ന് ഞാൻ ആരോട് പറയണ്ടെന്ന് തന്നോട് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ ഡോക്ടറിനോട് ചട്ടം കെട്ടി പറഞ്ഞത്. ആ, എല്ലാവരുടെയും അഹങ്കാരം ഒന്ന് മാറ്റി കൊടുക്കണം, അതിനു വേണ്ടിയിട്ടാ. പക്ഷേ ഇപ്പം ഈ വീട്ടിനകത്തെ ചിലരൊക്കെ ഞാൻ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതെന്താ ഇവിടെ നിന്ന് അങ്ങനെ പറഞ്ഞത്? അല്ല, ഞാനും താനും ഒക്കെ ആണല്ലോ പലതിനും എതിര് നിൽക്കുന്നത്. ഇവിടെ തന്നെ ദേ നോക്ക്, ഇന്ന് നന്ദു വരരുതെന്ന് ജാനകിയും അബിയും ഒക്കെ അനാമികയും ഒക്കെ വാശി പിടിച്ചു. എന്നിട്ട് ആ കുട്ടി വരണമെന്ന് അതിനേക്കാൾ വലിയ വാശി പിടിച്ചത് നമ്മളല്ലേ. അതിന്റെയൊക്കെ ദേഷ്യം അനാമികയ്ക്കും ജാനകിക്കും കാണും. അങ്ങനെ ഉള്ളപ്പോ നമ്മളെ അവര് സ്നേഹിക്കുവോ? നമ്മള് പോകണ്ടെന്ന് പ്രാർത്ഥിക്കുവോ? നമ്മൾ മരിച്ചു പോകാൻ തന്നെ അവര് പ്രാർത്ഥിക്കുന്നത്. അല്ല, ഇങ്ങനെ ഒരു താളം തെറ്റൽ ഉണ്ടാകുമെന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലല്ലേ. എപ്പോഴും ഒരുപോലെ ആയിരിക്കുവോടോ? അങ്ങനെയൊന്നും അല്ലെന്നേ. ഹാ, ചിലവർക്ക് ചിലവർക്കൊക്കെ നമ്മളെ ഇഷ്ടമല്ലാതെയൊക്കെ വരും. വയസ്സും പ്രായമൊക്കെ ചെന്ന് കഴിയുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ നമ്മുടെ പൂർവികരുടെയും നമ്മുടെയും ഒക്കെ പ്രാർത്ഥനയൊക്കെ കൊണ്ടാണ് വലിയ കോട്ടം തട്ടാതെ നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. ഏതായാലും ദേവയാനിക്ക് ചെറിയ മാറ്റമുണ്ട്, അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അത് പിന്നെ വലിയൊരു രോഗത്തിൽ നിന്ന് മുക്തമായില്ലേ. ആ, ഇപ്പം ദേവയാനി കുടുംബത്തെക്കുറിച്ചും കുടുംബത്തിനകത്തുള്ളവരെ കുറിച്ചും പുറത്തുള്ളവരെയൊക്കെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അത് വലിയൊരു ആശ്വാസം തന്നെയാ. ആ രീതിയിലേക്ക് എല്ലാവരും മാറണം വസന്തരെ, എങ്കിലേ ഈ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകത്തുള്ളൂ. ആ, ഇന്ന് ഈ ചടങ്ങ് വളരെ ഗംഭീരമായിട്ട് നടക്കേണ്ടതായിരുന്നു. അതുപോട്ടെ, ചെറുതായിട്ടെങ്കിലും നമുക്ക് നടത്താൻ പറ്റിയല്ലോ. ഇനി നയനമോളുടെയും ആദർശ് മോന്റെയും ഒരു കുഞ്ഞിനെ താലോലിക്കണം. അതിനി വലിയ താമസം ഇല്ലെന്നാ എനിക്ക് തോന്നുന്നത്. അവര് തമ്മില് ഇപ്പം നല്ല സ്നേഹത്തിലാണല്ലേ എന്ന് ചോദിച്ചാലോ ഉറപ്പിച്ചങ്ങ് പറയാനൊന്നും പറ്റില്ല. ഇനിയിപ്പം നമ്മൾ അവരെ വേർപിരിക്കാൻ ശ്രമിച്ചാലും അവര് തമ്മിൽ പിരിയത്തില്ലെന്നാ തോന്നുന്നത്. അത്രയ്ക്ക് ഇഷ്ടമായിരിക്കാം രണ്ടാളും തമ്മില്. ഞാൻ ഉറപ്പിച്ച് പറയത്തില്ല എന്ന് പറഞ്ഞത്. മനുഷ്യരല്ലേ, എപ്പോഴാ സ്വഭാവം മാറുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയാണ്. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ്. അപ്പൊ ദേവയാനി ആണെങ്കിൽ വളരെ ആശ്വാസത്തോടു കൂടി ഇരിക്കുകയാണ് കേട്ടോ, നയന പോകാത്തത് കൊണ്ട്. അപ്പോഴത്തേക്കും ദേവയാനി ജലജയോടും ദേവയാനിയോടും പറഞ്ഞു, എനിക്ക് ഈ സാരി നന്നായിട്ട് ചേരുന്നുണ്ടല്ലേ. ഏടത്തി ഇപ്പൊ സാരിയും സൗന്ദര്യമൊക്കെ ഒരുപാട് നോക്കുന്നുണ്ടല്ലോ. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴേ വയസ്സായോന്ന് ഏടത്തിക്ക് ഒരു തോന്നലുണ്ടല്ലേ എന്നിങ്ങനെ ജാനകി ചോദിച്ചു. അപ്പോഴേക്കും ജലജ പറഞ്ഞു, അങ്ങനെ തോന്നുമ്പോഴാണല്ലോ പ്രായം കുറയ്ക്കാൻ വേണ്ടി നോക്കുന്നത്. അല്ല, ഏടത്തിക്ക് കരള് മാറ്റി വെച്ചെങ്കിലും കുഴപ്പമൊന്നുമില്ല, പഴയ പ്രസരിപ്പൊക്കെ ഉണ്ട്. അതേപ്പറ്റി ജലജ ഞാൻ നിന്നോട് ചോദിച്ചോ? ഞാൻ സാരിയെ പറ്റിയല്ലേ ചോദിച്ചത്, എന്നെ കുറിച്ചല്ലല്ലോ. ആ, ഞാന് വേറൊന്നും കൊണ്ടും അല്ല പറഞ്ഞത്. എന്റെ മോനെ എനിക്ക് എടുത്തു തന്നതാ, നല്ലതല്ലേ. ദേ എന്റെ പൊന്നെ എടുത്തി, അതൊന്നും അല്ല ഇവിടത്തെ വിഷയം. 5-ാം മാസത്തെ ചടങ്ങ് നടന്നപ്പം ദേ അച്ഛനും അമ്മയും പറഞ്ഞത് കേട്ടില്ലേ, ഇതുപോലെ ഒരു ചടങ്ങ് നയനയ്ക്ക് വേണമെന്ന്. അവളെ പ്രസവിച്ചിട്ട് ആ കുഞ്ഞിനെ താലോലിക്കാൻ അച്ഛനും അമ്മയ്ക്കും ധൃതിയായെന്ന്. അതിപ്പം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ജാനകി. ഈ വീട്ടിലെ മൂത്ത കൊച്ചുമകന് ആരാ? അത് ആദർശല്ലേ. അതുകൊണ്ട് അവന്റെ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് താലോലിക്കാൻ അവർക്ക് ആഗ്രഹം കാണും. അതിനിപ്പം നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടോ നമ്മൾ തടഞ്ഞു വെച്ചിട്ടോ കാര്യമില്ലല്ലോ. അല്ല, ഏടത്തിയുടെ ലക്ഷണം കണ്ടിട്ട് അത് പിന്നെ എനിക്കും ഇപ്പം ചെറിയൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു കുഞ്ഞുണ്ടാകുവാണെ താലിക്കായിരുന്നു. പിന്നെ മരുമകള് അവളായി പോയത് കൊണ്ടാ ഞാൻ പിന്നെ ഒന്നും പറയാതിരിക്കുന്നത്. അപ്പൊ ജലജ പറഞ്ഞു, ആദർശിനൊപ്പം അവൾ ടൂറിന് വിട്ടത് വലിയ തെറ്റായി പോയി ഏടത്തി. ആദർശിന് മലയ്ക്ക് പോകാൻ വ്രതം എടുപ്പിച്ചത് അത് ഏടത്തിയല്ലേ, അത് മറന്നു ഏടത്തി. അതിനുശേഷം അതുപോലെ എന്തെങ്കിലും വ്രതത്തിന്റെ കാര്യം പറഞ്ഞ് അവരെ അകറ്റി നിർത്തുന്ന ഏടത്തി ഇങ്ങനെ പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ എന്തായി? അതൊക്കെ എത്ര പെട്ടെന്ന് ഏടത്തി മറന്നത്, അതൊക്കെ എത്ര പെട്ടെന്ന് വിഴുങ്ങിക്കളഞ്ഞത്. അതിന്റെ കാരണം എന്താണെന്ന് ജലജയോടൊക്കെ ഞാൻ പലതവണ പറഞ്ഞില്ലേ. അപ്പൊ ജാനി പറഞ്ഞു, ഒരസുഖം വന്നെന്ന് കരുതി ഇങ്ങനെ മാറേണ്ട കാര്യമുണ്ടോ? കല്യാണം കഴിഞ്ഞ് ഞാൻ വന്നതിന് ശേഷം എനിക്കൊരിക്കല് ഒരസുഖമൊക്കെ വന്നായിരുന്നു. അന്ന് ആ ഒരു അസുഖം സീരിയസ് ആയിരുന്നു. അത് മാറിക്കഴിഞ്ഞപ്പം എന്റെ സ്വഭാവം ഒന്നും മാറിയില്ലല്ലോ, എനിക്കൊരു പ്രശ്നം വന്നില്ലല്ലോ. നിന്റെ സ്വഭാവത്തിന് ഒരുപാട് മാറ്റമുണ്ട് ജാനകി, അത് നീ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നയനി ഇവിടെ വന്നതിന് ശേഷം അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആരാ? നീയല്ലേ ജാനകി, കൈവെള്ളയിൽ കൊണ്ട് നടന്നത്. അന്ന് അവളെ വെറുക്കുന്നതിന്റെ പേരിൽ നീ എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടും തള്ളിപ്പറഞ്ഞിട്ടും മാറ്റി നിർത്തിയിട്ടും ഒക്കെ ഉണ്ട്. പിന്നെ നിനക്കൊരു മരുമകള് വന്നതിന് ശേഷമാണ് നീ അവളെ വെറുക്കാൻ തുടങ്ങിയതും അകറ്റാൻ തുടങ്ങിയതും.
അപ്പൊ നമ്മുടെ ജലജ പറഞ്ഞു, അത് നേരാ, നീയാണ് ജാനകി ആദ്യം നയനെ തലയിൽ കയറ്റി വെച്ചത്. അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചു നിന്ന് അന്നേ അവളെ ഇവിടുന്ന് ഓടിക്കായിരുന്നു. അവളെ മാത്രമല്ല, അവളുടെ ചേച്ചീനെ ഓടിക്കായിരുന്നു. അപ്പോഴത്തേക്കും ദേവയാനി പറഞ്ഞു, ഇനിയിപ്പൊ അത് നടപ്പുള്ള കാര്യമൊന്നും അല്ലല്ലോ. ഈ വീട്ടിലെ ആണുങ്ങൾ എല്ലാവരും അവർക്ക് രണ്ടാർക്കും സപ്പോർട്ട് തന്നെയാ. അതുകൊണ്ട് അവരെയൊക്കെ പിണക്കിയിട്ട് എനിക്ക് നയനയുടെ കാര്യത്തിൽ ഇപ്പൊ ഒരു തീരുമാനം തൽക്കാലം എടുക്കാൻ കഴിയില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തും. പിന്നെ ആദർശ് നയനെ വെറുക്കുമ്പോ പോലും നിന്റെ മകനെ അവളോട് സ്നേഹമായിരുന്നു എനിക്കിപ്പോഴും അവളോട് സ്നേഹമുണ്ടല്ലോ, അതങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അതുകൊണ്ടേ നമ്മുടെ പാട് നോക്കി തന്നെ ജീവിക്കുന്ന നല്ലത്. എന്തിനാ വെറുതെ വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത്? അല്ല, അപ്പോൾ അവള് പ്രസവിക്കട്ടെ എന്നാണ് ഏടത്തി പറയുന്നത്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ തടയാൻ ശ്രമിച്ചാലും നടക്കില്ല. അതാണ് എന്റെ അനുഭവം. പിന്നെ പരമാവധി ആരെയും ദ്രോഹിക്കാതെ നല്ല കാര്യങ്ങള് ചെയ്ത് ജീവിക്കണമെന്നാണ് എന്നോട് പുരോഹിതൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ജീവിക്കാനാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ അങ്ങ് ജീവിക്കണം. അല്ല, ചുരുക്കത്തിൽ പറഞ്ഞ ഞങ്ങളൊക്കെ പുറത്തായി. ഏടത്തിക്ക് ഇപ്പം ഞങ്ങളെക്കാൾ മുകളിൽ ഏടത്തിയുടെ മരുമകളാണല്ലേ എന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. ഞാൻ അവളെ വെറുത്താല് എന്റെ മകൻ എന്നെ വെറുക്കും. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അവന്റെ വെറുപ്പ് സമ്പാദിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന്. എന്നെ പൊന്നു പോലെ നോക്കുന്ന മോന എന്റെ മോന്. നല്ല സ്വഭാവമുള്ള മോന. അപ്പം അവന്റെ സന്തോഷം ഞാൻ നോക്കിയല്ലേ പറ്റൂ. ഇനി എന്തിനാ ജാനകി ഇവിടെ നിൽക്കുന്നത്? വാ, നമുക്ക് പോകാം. ഏടത്തി പറഞ്ഞത് കേട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പരദൂഷണം പറയാൻ വന്ന ജലജയും ജാനകി അങ്ങ് പോവുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് നമ്മുടെ ദേവയാനി ഇങ്ങനെ ചിരിച്ച് സ്വപ്നമൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ്. ഇതിനുശേഷമാണ് അഭീനെ കാണിക്കുന്നത്. അഭി മാന്തലോ ചൊറിച്ചിലോ അങ്ങോട്ടേക്ക് ജലജ കടന്നു വരിക. ജലജ വന്നിട്ട്, അല്ല, ഓയിൽമെന്റ് നീ ഇട്ടില്ലേ? ഇട്ടു. എന്നിട്ട് ചൊറിച്ചിൽ നിൽക്കുന്നില്ലമ്മേ. നിനക്കത് വേണം. നീ ആ രീതിയിലല്ലേ അവളെ പ്രേമിച്ച് കെട്ടിയത്. അമ്മായും കൂടെ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോ എന്നോട് അത് പറയണ്ടേ? ഇതിപ്പം പറയാനുള്ള സാവകാശം ഒന്നും കിട്ടിയില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അഭി? ഈ ഫംഗ്ഷൻ അലമ്പാൻ വേണ്ടി പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായി പോയി ഇത്. അതുകൊണ്ടാ. പിന്നെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങള് നടക്കാതെ വരുന്നത് ഇത് ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ. പലതവണ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടും ഇതുപോലെ തന്നെ വന്നിട്ടുണ്ടല്ലോ. അന്നത്തെ കാര്യം ഓർമ്മയില്ലേ? നവ്യയുടെ കുഞ്ഞിനെ കളയാനും അവളെ ഹോസ്പിറ്റലിൽ കിടത്താനും വേണ്ടി അനാമികയുടെ അമ്മയും കൂടി നയന കാച്ചിവെച്ച പാലിൽ വിഷം ചേർത്തത്. ഏതായാലും ഇത് കേട്ടുകൊണ്ടാണ് നമ്മുടെ നവ്യ വരുന്നത്. നവ്യ ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുകയാണ് കേട്ടോ. നവ്യ കേട്ട് സ്തംഭിച്ചു പോയി. അപ്പൊ ജലജ പറഞ്ഞു, അല്ല മോനെ, എന്നിട്ട് എന്താ സംഭവിച്ചത്? അതെടുത്ത് വേറൊരുത്തി കുടിച്ചില്ലേ? അവിടെ നമ്മുടെ സ്വപ്നങ്ങൾ വഴിമാറി പോയില്ലേ? വഴിമുട്ടി പോയില്ലേ? അവൾമാർക്ക് മുടിഞ്ഞ മുടിഞ്ഞ ആയുസ. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് നമ്മുടെ നവ്യ ഞെട്ടുകയാണ് കേട്ടോ. നവ്യക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്കും നമ്മുടെ ജലജ അഭിയോട് വീണ്ടും പറഞ്ഞു, ഇനിയിപ്പം അടുത്തൊരാഘോഷം വേണമെന്ന് പറഞ്ഞ് നടക്കുക. നയനയ്ക്ക് കുഞ്ഞുണ്ടാകണമെന്ന്. ഇപ്പം ഏടത്തിയോട് ആ കാര്യം പറഞ്ഞപ്പോ ഏടത്തിക്ക് ഒരു മാറ്റം. പഴയതുപോലെ തന്നെ മകനെയും മരുമകളെയും രണ്ടായിട്ട് നിർത്താൻ ഒരു താല്പര്യമില്ല. എന്റെ ദൈവമേ, അസുഖം വന്നതിന് ശേഷം അമ്മായി ഒരുപാട് മാറിയമ്മേ. അതാ ഞാൻ പറഞ്ഞത്, അവൾമാർ ഒരുപാട് ഭാഗ്യമുള്ളവൾമാരാണെന്ന്. പാലില് നമ്മുടെ അനാമിക വിഷം കലർത്തിയത് നവ്യയുടെ തകർച്ച കാണാനും അവളുടെ വീട്ടുകാരുടെ കണ്ണീര് കാണാനും. പക്ഷെ എന്ത് ചെയ്യാനാ, തല കീഴായിട്ട് കാര്യങ്ങളൊക്കെ പോയില്ലേ. ഇപ്പൊ മരണം മുന്നിൽ കണ്ട ഏടത്തി ആദർശിന്റെയും അതുപോലെ മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെ ഒക്കെ മനസ്സറിഞ്ഞാ ജീവിക്കുന്നത്. അവിടെയും ഗുണം കിട്ടിയിരിക്കുന്നത് നവ്യക്കും നവ്യയുടെ അനിയത്തിക്കും സോറി അല്ല കേട്ടോ, നവ്യയുടെ അനിയത്തിക്കും വീട്ടുകാർക്കും വേണ്ടി തന്നെയാ. അങ്ങനെയാ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. ഈ കണക്കിന് പോവുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല. പിന്നെ അനാമികയുടെ വീട്ടുകാരെയും നമുക്ക് തിളപ്പിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ അവള് ചെയ്തോളും. എന്നും പിഴവ് സംഭവിക്കണമെന്നില്ലല്ലോ. അനാമികയാണ് ഇനി ആകെയുള്ള പ്രതീക്ഷ. അവളെ ചൂട് പിടിച്ച് തിളപ്പിക്കണം. രക്തം തിളച്ചു കഴിയുമ്പോൾ അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ അതിൽ പങ്കാളിയാകാതെ നമുക്കങ്ങ് മാറി നിൽക്കണം. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. അങ്ങനെ വന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മുടെ ശത്രുക്കൾ പരസ്പരം തല്ലി തീർന്നോളും. അതാണ് നമുക്ക് വേണ്ടത്. ഇത് കേട്ടിട്ട് നവ്യ ഇത്രയും കേട്ടോണ്ട് നിന്നിട്ടോ നവ്യ. എന്നിട്ട് നവ്യ അങ്ങ് തിരിഞ്ഞു. ഏതായാലും അനാമികയാണ് ഇതിന് പിന്നിലെന്ന് നവ്യക്ക് അമ്പാടെ മനസ്സിലായി. അങ്ങനെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അനാമികയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഡി എന്ന് വിളിച്ചു. അപ്പോഴത്തേക്കും അനാമിക എന്താടി എന്ന് ചോദിച്ചു. എടി, എന്താണെന്ന് അറിയണമല്ലേ? എന്താണെന്ന് നിനക്ക് അറിയണമല്ലേടി? നീ ഇവിടെ കാണിച്ചു കൂട്ടി ഓരോ അഭ്യാസ പ്രകടനവും അറിയില്ലെന്നോർത്തോ? എന്റെ അനീതി വന്നത് നിനക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ലല്ലേ? ഇല്ല, ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതിനാണോ ജ്യൂസിനകത്ത് നീ ശരീരം ചൊറിയാനുള്ള പൊടി കലർത്തിയത്? നിങ്ങൾ അനാവശ്യം പറയരുത്. ഞാൻ അനാവശ്യം പറയുന്നില്ല. അതിനു പകരം മറ്റൊരു കാര്യം ചെയ്യാനാ പോകുന്നത്. അതെന്താണെന്ന് നിനക്ക് അറിയണ്ടേ എന്ന് പറഞ്ഞിട്ട് ചെപ്പക്കുറ്റി നോക്കി ഒരൊറ്റ ഒരെണ്ണം കൊടുത്തു കേട്ടോ. എന്താടി നീ കാണിച്ചത്? അപ്പൊ വീണ്ടും
തലങ്ങനും വിലങ്ങനും വീണ്ടും മാറിയും തിരിഞ്ഞും ഒക്കെ അടി കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മുടെ അനാമിക പോയി കസേരയിലിരുന്നു, കസേര തെറിച്ചു പോയിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ അനാമിക പറഞ്ഞു, ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ, നമ്മൾ രണ്ടാളിലും ഒരാൾ മാത്രം മതി ഇവിടെ, ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നവ്യ അങ്ങ് കൈ കയറി പിടിച്ചിട്ട് പറഞ്ഞു, ദേ പോകുന്നെങ്കിൽ നീയേ പോകത്തുള്ളൂ, അമ്മായിക്ക് പാലിൽ വിഷം കലക്കി കൊടുത്തതിന്. ഇത് കേട്ടത് ഞെട്ടിപ്പോയി അനാമിക. എന്നിട്ട് അനാമിക ചോദിച്ചു, ആര് ആര് വിഷം കൊടുത്തു? ഞാൻ കേട്ടടി, കേൾക്കേണ്ടവരുടെ നാവിൽ നിന്ന് തന്നെ കേട്ടു. നീയും നിന്റെ അമ്മയും ചേർന്ന് വിഷം കലർത്തിയ പാല് ഞങ്ങളൊക്കെ സംശയിച്ച പോലെ തന്നെ കുടിക്കേണ്ടത് ഞാനായിരുന്നു. എന്നെ കൊല്ലാൻ നോക്കിയല്ലേടി നീ? അത് വഴിമാറി അമ്മായി കുടിച്ചു. എന്നിട്ട് അമ്മായിക്ക് ഇപ്പൊ എന്താടി സംഭവിച്ചത്? അങ്ങനെ ഇവിടെ വലിയൊരു ദുരന്തം ഉണ്ടായില്ലേടി? നീയും നിന്റെ അമ്മയും അച്ഛനും ഒക്കെ കാരണം. അതെ, നീയും നിന്റെ അച്ഛനും അമ്മയും അനിയത്തിമാരൊക്കെ കൂടി ചേർന്ന് മെനഞ്ഞെടുത്ത കഥയാ. അതെ, ഇത് കഥയാണോ കാര്യമാണോ എന്നൊക്കെ തെളിയിക്കേണ്ടത് ഞാനല്ല, പോലീസാ. ഈ സംഭവം പോലീസ് കേസ് ആയില്ല. അനന്തപുരി തറവാട്ടിൽ പോലീസ് കയറുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ ഹനി കംപ്ലൈന്റും കൊടുത്തില്ല. അതുകൊണ്ടാ ഇതൊക്കെ ഇപ്പൊ സംഭവിച്ചത്. പക്ഷെ ഇനി ആര് നാണം കെട്ടാലും ഇത് ഞാൻ കേസാക്കൂടി, ഞാൻ തെളിയിക്കൂടി. അന്വേഷണം നടക്കട്ടെ, എന്നിട്ട് യഥാർത്ഥ പ്രതിയെ പോലീസ് കണ്ടെത്തട്ടെ. അതാടി വേണ്ടത്. അങ്ങനെ കണ്ടെത്തിയിരിക്കും. അതുപോലെ തന്നെ ഇന്ന് എനിക്ക് കൊണ്ടുവന്ന ജ്യൂസിലും നീയും എന്റെ അമ്മായിയമ്മയും നിന്റെ അമ്മായിയമ്മയും കൂടി ചേർന്ന് എന്തോ വിഷം കലർത്തി എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. അതും കൊണ്ട് തന്നെയാടി അബി ചൊറിഞ്ഞ് മേളിലേക്ക് പോയത്. അങ്ങനെ ഒരു സംശയം ഉള്ളത് കൊണ്ടാടി ഞാൻ അത് കുടിക്കാതിരുന്നത്. ആ കുടിച്ചവന്റെ അവസ്ഥ കണ്ടല്ലോ, അവന്റെ അവസ്ഥ ഇപ്പം ആകപ്പാടെ മോശമാ. ഇടി നവ്യെ, എന്നെ ഈ വീട്ടിൽ നിന്ന് തുരത്താൻ വേണ്ടി എല്ലാവരും കൂടെ ചേർന്ന് കളിക്കുന്നതല്ലേ? ദേ മിണ്ടിപ്പോവരുത് നീ. സത്യമൊക്കെ അറിഞ്ഞിട്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. തൽക്കാലം ഞാൻ ഈ കാര്യം ഈ വീട്ടിൽ പറയുന്നില്ല. പിന്നെ നിന്നെ തല്ലിയ കാര്യം ഈ വീട്ടിൽ പറഞ്ഞാലേ അതിന്റെ കാരണം ഞാൻ അങ്ങ് വെളിപ്പെടുത്തും. ദേ പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞൊരു ഒറ്റ തള്ളി വീണ്ടും ആ സെറ്റി പോയിരുന്നു. എന്നിട്ട് നവ്യ പറഞ്ഞു, ആ പാല് ഞാൻ കുടിച്ചിരുന്നെങ്കിൽ എന്റെ കുഞ്ഞു മാത്രമല്ല ഞാനും പോയേനെ. അല്ലെങ്കിൽ മറ്റാരുടെയും കരുണയിൽ ഞാൻ ഇന്ന് ജീവിക്കേണ്ടി വന്നേനെ. വലിയൊരു ദുരന്തം മുന്നിൽ കണ്ടിട്ടാടി നീ നിന്റെ അമ്മയും കൂടി അത് ചെയ്തത്, എന്നെയും എന്റെ കുഞ്ഞിനെയും നശിപ്പിക്കാൻ വേണ്ടി. നടക്കില്ലടി, അത് നടക്കില്ല. ഇവിടെ അതിന് ചിലര് സാക്ഷിയായിരുന്നു. ആ സാക്ഷികൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാടി, എന്റെ ചെവിയും കൊണ്ട് കേട്ടതാ. അവര് വ്യക്തമായിട്ട് പറഞ്ഞു, നീയും നിന്റെ അമ്മയും ആ വിഷം കലർത്തിയെന്ന്. നീ എന്തൊക്കെ പറഞ്ഞാലും അത് മാറാൻ പോകുന്നില്ലടി. അത് പിന്നെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഞാനും എന്റെ അമ്മയെ മനസ്സാവാചകം അറിയാത്ത കാര്യമാണ് നീ ഇപ്പൊ പറഞ്ഞത്. ദേ അങ്ങനെ നിനക്ക് 100% ഉറപ്പുണ്ടെങ്കിലേ പോയി പറ, നീ എല്ലാവരോടും പോയി പറ. അഭിയുടെ മുത്തച്ഛനും മുത്തശ്ശിയും അവിടെയുണ്ട്. എല്ലാവരോടും ഞാൻ നിന്നെ തല്ലിയ കാര്യം പോയി പറയ. അതിന്റെ പേരില് എന്നെ ഇവിടുന്ന് പുറത്താക്കട്ടെ, ഞാൻ സഹിച്ചോളാം. അങ്ങനെ പുറത്തായാലും എനിക്കൊരു കുഴപ്പമില്ലടി, എനിക്കൊരു ചുക്കുമില്ലടി. സ്വന്തം കുഞ്ഞിനെ പോലും ഈ വീട്ടിൽ നിൽക്കുമ്പോ സംരക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. പിടിവിട്ടാ ഞാനിവിടെ നിൽക്കുന്നത്. അങ്ങനെയുള്ളപ്പം എന്റെ കുഞ്ഞിന്റെ നന്മയെ കരുതി മാറി നിൽക്കാൻ എനിക്ക് ഒരു മടിയും ഇല്ലടി. അല്ലെങ്കിൽ തന്നെ 7-ാം മാസം മാറി നിൽക്കേണ്ടവളാ ഞാൻ. അത് കുറച്ച് മുന്നെയാണെന്ന് ഞാൻ അങ്ങ് കരുതിക്കോളാം. ചെല്ലടി, പോയി പറയടി. പറയാനാ പറഞ്ഞത്, നീ എന്താടി പറയാത്തത്? നീ പറയില്ലടി, നീ പറയില്ല, എനിക്കറിയാം. പിന്നെ പുറത്താകുന്ന ഞാനുണ്ടല്ലോ, നിന്റെ നെല്ലിപ്പലൊക്കെ കണ്ടിട്ടേ ഇറങ്ങത്തുള്ളൂ. അത് നീ ഓർത്തോ. അവിടെ ഈ കേസ് മാത്രമല്ല, അമ്മായി തന്നൊരു മാല മോഷണം പോയിട്ടുണ്ടല്ലോ, അതുൾപ്പെടെ എല്ലാം ചികഞ്ഞെടുക്കൂടി ഞാന്. എല്ലാം ചികഞ്ഞെടുത്ത് കുത്തി ഞാൻ വെളിയിൽ കൊണ്ടുവരും. അവിടെ നീ അടി തൂങ്ങാൻ പോകുന്നത്. മൂക്ക് കാറ് കൊടുത്തു, 100 പവന്റെ സ്വർണം കൊടുത്തു, കണ്ണായ സ്ഥലത്ത് വസ്തു വാങ്ങിക്കൊടുത്തു. ഇതൊക്കെയാണ് നിന്റെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ പറച്ചില്. എന്നിട്ട് ഇതൊക്കെ എവിടെ ഇടി? അതൊക്കെ എവിടെ ഉണ്ടെന്ന് ആർക്കും അറിയില്ല. എല്ലാം നിന്റെ വീട്ടുകാരുടെ നമ്പറാണോന്ന് ഇപ്പൊ എനിക്ക് സംശയമുണ്ട്. അതിലേക്കൊന്നും ഞാനിപ്പോ പോകുന്നില്ല. അതൊക്കെ പതിയെ തെളിഞ്ഞോളും. ഞങ്ങളൊന്ന് നേരായ മാർഗത്തിലൂടെ അല്ലടി ഈ വീട്ടിലേക്ക് വന്നത്. നീയും അങ്ങനെ തന്നെയാണെന്ന് എന്റെ വിശ്വാസം. ഞങ്ങളുടെ അത്രയും പോലും നേരായ മാർഗത്തിലല്ല നീ വന്നത്. ഇതിനകത്ത് കടന്നുകൂടിയ സ്ഥിതിക്ക് ഇനി മര്യാദയ്ക്ക് നീ ജീവിച്ചോണം. ഞാൻ നിന്നെക്കാളും കുഴപ്പക്കാരി ആയിരുന്നു. പക്ഷെ ഈ വീട്ടിലുള്ളവരുടെ നന്മ കണ്ടിട്ടാ ഞാൻ മാറിയതും എന്റെ സ്വഭാവം ഒക്കെ മാറ്റിയതും. അതുപോലെ നീയും മാറാൻ ശ്രമിക്കണം. മാറാൻ ശ്രമിച്ചില്ലെങ്കിൽ ദേ ഞാൻ പറയാലോ, നിന്നെ ഞാൻ മാറ്റിയെടുക്കൂടി. അനാമികെ, കേട്ടോടി പറഞ്ഞത്? നോക്കി പേടിപ്പിക്കാന്നാ പറഞ്ഞത്. മര്യാദയ്ക്ക് ഇരുന്നോണം എന്നും പറഞ്ഞ് വീണ്ടും ഒരു തള്ളു വെച്ചു കൊടുത്തിട്ട് നമ്മുടെ നവ്യ അങ്ങ് പോയിട്ടോ. കയ്യിൽ നിന്ന് പോയി എന്ന്
നമ്മുടെ അനാമികയ്ക്ക് മനസ്സിലായി എല്ലാ സത്യങ്ങളും നവ്യ അറിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലായി. നമ്മുടെ ദേവയാനി അല്ല അനാമികയാണെങ്കിൽ അവൾ എന്നെ തലകനും വിലങ്ങനും ഒക്കെ തല്ലി. വേണ്ട, ഇവിടെ ഉള്ളവരോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഒരുത്തിയാ. ഇവിടെ ഉള്ളവരോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകും. വേണ്ട, ഇവിടെ ഉള്ളവരോട് പറയണ്ട എന്നും പറഞ്ഞ് ആരോടും പറയാതെ ഒതുക്കി വെച്ചേക്കാണ് കേട്ടോ നമ്മുടെ അനാമിക. ഈ ഒരു സമയത്താണ് നമ്മുടെ നയനയെ കൂട്ടിക്കൊണ്ട് നവ്യ വരുന്നത്. ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ്. കഥ കടക്കട്ടെ, ഇപ്പൊ ഞാനൊരു കാര്യം പറയാന്ന് പറഞ്ഞ് വാതിലൊക്കെ അടച്ചു. എന്നിട്ട് നവ്യ പറയാ, നയനെ, നമ്മുടെ സംശയം ശരിയാ നയനെ. ആദർശേട്ടന്റെ അമ്മയെ ഹോസ്പിറ്റലാക്കിയത് അവളും അവളുടെ അമ്മയും കൂടി ചേർന്നാ. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? ഞാൻ കേട്ടു, എല്ലാം ഞാൻ കേട്ടു. എന്റെ അമ്മായിയമ്മയും ഭർത്താവും സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവര് വ്യക്തമായിട്ട് പറഞ്ഞു അനാമികയുടെ അമ്മയും ആ വിഷം ചേർത്ത പാല് കൊടുത്തതിന് ഉത്തരവാദിയെന്ന്. ഇത് കേട്ടത് നമ്മുടെ നയനം ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. ഏതായാലും നയനം ഞെട്ടുന്ന ആ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായി എത്രയും പെട്ടെന്ന് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.